ഹായ്, നമസ്കാരം. ഇന്ന് നാം ജനറ്റിക്സ് ഓഫ് ലൈഫിന്റെ അവസാന ഭാഗത്തേക്ക് പോവുകയാണ്. ഇൻ അവർ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദി മോണോ ഹൈബ്രിഡ് ക്രോസ് ഓഫ് ഗ്രിഗർ ജോഹാൻ മെൻഡൽ ആൻഡ് ഹിസ് കൺക്ലൂഷൻസ്. ഗ്രിഗർ ജോഹാൻ മെൻഡലിന്റെ മോണോ ഹൈബ്രിഡ് ക്രോസിലെ നിഗമനങ്ങൾ പ്രകാരം ഓരോ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ രണ്ട് ഘടകങ്ങൾ അല്ലെങ്കിൽ 2 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണല്ലോ. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ 2 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 2 ഘടകങ്ങളുണ്ട്. ഇന്ന് നമ്മൾ അതിനെ ജീൻ എന്ന് വിളിക്കും. മോണോ ഹൈബ്രിഡ് ക്രോസിലൂടെ ലഭിക്കുന്ന ഒന്നാം തലമുറയിൽ, അതായത് F1 ജനറേഷനിൽ ഒരു അലീൽ മാത്രം പ്രകടമാവും. അതിന് നമ്മൾ പ്രകട ഗുണം അല്ലെങ്കിൽ ഡോമിനന്റ് ട്രേറ്റ് എന്ന് പറയും. മറ്റേത് ഹിഡൻ ആയിരിക്കും, മറിഞ്ഞിരിക്കും. അതിനെ നമ്മൾ റിസസീവ് ട്രേറ്റ് എന്ന് പറയും. കൂടാതെ ലിംഗകോശം ഉണ്ടാകുമ്പോൾ ഗാമെറ്റ്സ് ആർ ഫോംഡ്, ഈ അലീൽസ്, ഈ ഫാക്ടേഴ്സ് അവ സെപ്പറേറ്റ് ചെയ്യും, കൂടിക്കലരാതെ മിക്സ് ചെയ്യാതെ വേർപിരിയുമെന്ന് മനസ്സിലാക്കി. അതുപോലെ ഒന്നാം തലമുറയിൽ മറിഞ്ഞിരുന്ന ഗുണം സെക്കൻഡ് ജനറേഷനിൽ, രണ്ടാം തലമുറയിലെ സന്താനങ്ങളിൽ 3:1 എന്ന റേഷ്യോയിൽ പ്രകടമാവും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈഹൈബ്രിഡ് ക്രോസിലേക്ക് പോകാം. ഒരു ക്യാരക്ടറിന്റെ വിപരീത ഗുണങ്ങൾ അല്ലെങ്കിൽ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആയിരുന്നു മോണോ ഹൈബ്രിഡ് ക്രോസിലെങ്കിൽ, ഇപ്പോൾ ഇവിടെ 2 സ്വഭാവത്തിന്റെ, 2 ക്യാരക്ടറിന്റെ വിപരീത ഗുണങ്ങൾ, അതായത് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആണ്. അത് പരിഗണിച്ചാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. ആ ഹൈബ്രിഡൈസേഷൻ ഡൈഹൈബ്രിഡ് ക്രോസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നോക്കൂ, ഉയരം കൂടിയ ടോൾ ആയിട്ടുള്ളതിന്റെ കൂടെ നമ്മൾ വിത്ത് എന്നുള്ള ആ സീഡിന്റെ സ്വഭാവം കൂടി പരിഗണിച്ചിരിക്കുന്നു. ഹൈറ്റ് എന്ന ക്യാരക്ടറിന് പുറമെ സീഡിന്റെ സ്വഭാവം കൂടി, ക്യാരക്ടർ കൂടി നമ്മൾ പരിഗണിച്ചിരുന്നു. അങ്ങനെ 2 സ്വഭാവങ്ങളോട് പരിഗണിക്കുന്നുണ്ട്. ഹൈറ്റിലെ ടോൾ, റൗണ്ട് എന്നുള്ള കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ്, വിപരീത ഗുണങ്ങൾ. അത് വിപരീതമാണെന്ന് പറയാൻ കാരണം ഹൈറ്റിന്റെ, ടോളിന്റെ വിപരീതമായിട്ടുള്ള ഡോർഫ്നെസ്, ഉയരക്കുറവ്. അതുപോലെ ഇവിടെ പരിഗണിച്ചത് ചുളുങ്ങിയ വിത്താണ്, റിങ്കിൾഡ് സീഡാണ്. അങ്ങനെ ഈ 2 എണ്ണത്തെ പരിഗണിച്ചപ്പോൾ, അത് ടോൾ റൗണ്ട് സീഡഡ് പ്ലാന്റിനെ ഡോർഫ് റിങ്കിൾഡ് സീഡഡ് പ്ലാന്റുമായിട്ട്, ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്തുള്ള പ്ലാന്റുമായിട്ട് നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കൂ, അതിലെ ജീനോടൈപ്പ് പ്യുവർ ആയതുകൊണ്ട് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ എന്ന് ഒന്നിൽ കാണിച്ചിരുന്നു. അപ്പം മറ്റതിലൊക്കെ സ്മോൾ ടി, സ്മോൾ ആർ എന്നാണ് ജീനോടൈപ്പ് കാണിച്ചിരിക്കുന്നത്. ഈ ഗാമീറ്റ് ഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം അത് മിക്സ് ചെയ്യില്ല. ഈ ക്യാപിറ്റൽ ടിയിലെ ഒരു ടി ഇങ്ങോട്ട് വരുന്നു, ആറിലെ ഒരു ആറും ഇങ്ങോട്ട് വന്ന് ക്യാപിറ്റൽ ടി ആർ ആണ് ഇവിടുത്തെ ഗാമേറ്റിലുള്ളത്. ഇവിടെ ആണെങ്കിലോ സ്മോൾ ടി, സ്മോൾ ആർ ആണ് ഗാമേറ്റ്. രണ്ടും കൂടി ചേർന്ന ഒരു ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, അതാണ് F1 ജനറേഷൻ ആയിട്ട്, ഒന്നാം തലമുറ ആയിട്ട് ഇവിടെ ലഭിക്കുന്നത്. പക്ഷെ അതിന്റെ ഫീനോടൈപ്പ് ഉയരം കൂടിയതും ഉരുണ്ട വിത്തും തന്നെയാണ്, ടോൾ ആൻഡ് റൗണ്ട് സീഡഡ് ആണ്. അപ്പൊ ഇനി ഇതിൽ മറിഞ്ഞു കിടക്കുന്ന ഉയരക്കുറവിന്റെ, ഡോർഫ് എന്ന സ്വഭാവത്തിന്റെ, റിങ്കിൾഡ് എന്ന് പറഞ്ഞ സീഡിന്റെ സ്വഭാവം കണ്ടെത്താനാണ് ഇതിനെ സെൽഫ് പോളിനേഷൻ നടത്തുന്നത്, സ്വപരാഗണത്തിന് വിധേയമാക്കുന്നത്. അങ്ങനെ F1നെ സെൽഫ് പോളിനേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന F2 നോക്കൂ നിങ്ങൾ. ഇവിടെ ഇതിന്റെ ആണും പെണ്ണും സെൽഫ് പോളിനേഷൻ ആകുമ്പോൾ മെയിലും ഫീമെയിലും അല്ലെങ്കിൽ ഫാദറും മദറും അതേ പ്ലാന്റിന്റെ ആയതുകൊണ്ട് ഒരേ ജീനോടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഗാമീറ്റ്സ്, ഇത് ഒരു ഗാമീറ്റ്സ് ഈ ഭാഗത്തുണ്ട്, അത് മെയിലാണെങ്കിൽ ഇത് ഫീമെയിൽ ഗാമീറ്റ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇത് മെയിലാണെങ്കിൽ മറ്റേത് ഫീമെയിൽ ഗാമീറ്റ്സ് എന്ന് പറയാം. ഇവിടെ ആ ബീജകോശം ക്യാപിറ്റൽ ടി സ്മോൾ ആർ വരാം, സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ എന്നിങ്ങനെ 4 തരം ഗാമീറ്റ്സ് ഉണ്ട്. ഇവിടെയും 4 ഗാമീറ്റ്സ്. അങ്ങനെ 4 16 എണ്ണത്തിൽ ഇവിടെ നോക്കൂ, ഈ ട്രയാങ്കിളിൽ കാണിച്ചിരിക്കുന്ന എല്ലാത്തിലും ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും ഉള്ളത് ഈ 9 എണ്ണം. ഇത് ആണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ഡോമിനേറ്റ് ചെയ്ത് കാണുന്നത് എന്ന് പറയുന്നത് 9 എണ്ണം ഉണ്ട്. അതുപോലെ ക്യാപിറ്റൽ ടി ഉണ്ടെങ്കിലും ക്യാപിറ്റൽ ആർ ഇല്ലാത്ത സ്മോൾ ആർ മാത്രമുള്ള 3 എണ്ണം ഇവിടെ ഞാൻ ഇങ്ങനെ കളറിൽ കൊടുത്തിട്ടുണ്ട്. ഈ 3 എണ്ണം വേറൊരു സ്വഭാവത്തിലും. പിന്നെ ഈ ചതുരത്തിലുള്ള 4 എണ്ണത്തിൽ സ്മോൾ ടി മാത്രമേ ഉള്ളൂ, ക്യാപിറ്റൽ ടി ഇല്ല, അപ്പൊക്കെ ഡോർഫാണ്. പക്ഷെ അതിൽ തന്നെ ആദ്യത്തെ 3 എണ്ണം നോക്കൂ, ക്യാപിറ്റൽ ആർ ഉണ്ട്. ഇവിടെ ഏറ്റവും ലാസ്റ്റുള്ള ഈ ഒരെണ്ണത്തിൽ എല്ലാം സ്മോൾ ആണ്, സ്മോൾ ടി സ്മോൾ ആർ മാത്രമേ ഉള്ളൂ. ഇത് പാഠപുസ്തകത്തിലെ ഇല്ലസ്ട്രേഷൻ 1.11 നമുക്ക് ഫില്ല് ചെയ്യാൻ ഉണ്ട്. ഇവിടെ നോക്കൂ നിങ്ങൾ, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ഇവിടെ വന്നത് ക്യാപിറ്റൽ ആർ ടോൾ റൗണ്ട് ആണ്, ഉയരം കൂടിയ ഉരുണ്ട വിത്തുള്ളതാണ്. എന്നാൽ അതേസമയം ഇപ്പുറത്തേക്ക് നോക്കൂ നിങ്ങൾ, ഇവിടെ ക്യാപിറ്റൽ ടി തന്നെയാണ്, പക്ഷെ ക്യാപിറ്റൽ ആർ ഇവിടെ ഉണ്ട്, സ്മോൾ ആർ, അങ്ങനെ ടോൾ റൗണ്ട് തന്നെയാണ് ഇവിടെ.
ജീനോടൈപ്പ് വേറെ ആണെങ്കിലും ഫീനോടൈപ്പ് ആദ്യത്തേത് പോലെയാണ്. അതേ കാര്യം തന്നെയാണ് ഇവിടെയും. ഇനി ഈ രണ്ട് നോക്കൂ, ഇതും കൂടി നോക്കൂ. ഇവിടെ ഇത് ഇങ്ങനെയാണ് വരുന്നത്, ഇവിടെ ഇതാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ഈ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആറും ആണ് ഈ സ്മോൾ ടിയും ക്യാപിറ്റൽ ആറും ആയിട്ട് ക്രോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടിച്ചേർന്ന് കാണുന്നത്. അങ്ങനെ ക്യാപിറ്റൽ ടി സ്മോൾ ടി, പക്ഷെ രണ്ടും ക്യാപിറ്റൽ ആർ. ഇവിടെ ഈ രേഖയിൽ ഈ ഭാഗത്തുള്ള 4 എണ്ണം അതെല്ലാം ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഉണ്ട്, ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ഉള്ളതാണ്. ജീനോടൈപ്പ് അങ്ങനെയാണെങ്കിൽ ഫീനോടൈപ്പ് നേരത്തെ പറഞ്ഞ പോലെ ടോൾ റൗണ്ട് തന്നെയാണ്, ഉയരം കൂടിയ ഉരുണ്ട വിത്തുള്ള തന്നെയാണ്. അത് 9 എണ്ണം ഇവിടെ കാണുന്നുണ്ട്. ഇതുപോലെ ഈ വെളുത്ത നിറത്തിൽ പശ്ചാത്തല നിറത്തിൽ കൊടുത്തിരിക്കുന്നത് മുഴുവൻ ഉയരം കൂടിയത് ചുളുങ്ങിയ വിത്ത് ടോൾ റിങ്കിൾഡ് സീഡ് ആണ്. അത് 3. ഉയരം കുറഞ്ഞതാണ് ഈ 4 എണ്ണം. അതിൽ 3 എണ്ണം ഡോർഫ് ആണെങ്കിൽ, ഉയരം കുറഞ്ഞതാണെങ്കിൽ റൗണ്ട് സീഡഡ് ആണ്, കാരണം ക്യാപിറ്റൽ ആർ അവിടെ ഉണ്ട്. എന്നാൽ സ്മോൾ ടി സ്മോൾ ആർ മാത്രമുള്ള ഈ അവസാനത്തെ ഒരെണ്ണം അത് ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്താണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അനുപാതം റേഷ്യോ 9:3:3:1 എന്നുള്ളതാണ്. നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി ചിന്തിക്കാം. ഇവിടെ ഇത് മാത്രം ഈ 9ഉം 3ഉം മാത്രം നോക്കുകയാണെങ്കിൽ എല്ലാം ടോളാണ്. ഒരു ക്യാരക്ടർ മാത്രം പരിഗണിക്കുകയാണെങ്കിൽ ഇത് 12 എണ്ണം ഉണ്ടെന്നും ഇത് അതിന്റെ വിപരീത ഗുണം, അതായത് ആ ക്യാരക്ടറിന്റെ ഉയരക്കുറവ് മാത്രം പരിഗണിക്കുകയാണെങ്കിൽ അത് 4 ഉണ്ടെന്നും കാണാം. 12, 4 എന്ന് പറയുമ്പോൾ 3/4, 4, അതായത് 3:1 ആണ്. അപ്പോൾ ഒരു സ്വഭാവം മാത്രം കാണിക്കുമ്പോൾ അത് 3:1 തന്നെയാണ്. മറ്റൊരു സ്വഭാവം കൂടി പരിഗണിച്ചപ്പോഴാണ് ആ 3:1 എന്തായി മാറിയത്, 9:3:3:1 എന്നായി മാറിയത്. ഇതിലൂടെ മെന്റലിന്റെ പോസ്റ്റുലേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു നിഗമനം, കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ സംഭവിക്കാൻ കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, മിക്സ് ചെയ്യില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒന്നിലേറെ ജോഡികളുണ്ടെങ്കിലും സ്വഭാവങ്ങളുണ്ടെങ്കിലും ഓരോ ജോഡിയിലെയും ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഓരോ ജോഡിയിലെയും വിവിധ ഘടകങ്ങൾ കൂടിക്കലരാതെ വേർപിരിയും എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഡ്യൂറിംഗ് ഗാമീറ്റ് ഫോർമേഷൻ ദി പെയർഡ് ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമിൻ എ പർട്ടിക്കുലർ ക്യാരക്ടർ, അതായത് അച്ഛനും അമ്മയിൽ നിന്നും കിട്ടുന്ന ഓരോ സ്വഭാവത്തിന്റെയും പെയേഴ്സിൽ ജോഡിയിൽ ഒരെണ്ണം മറ്റൊന്നുമായിട്ട് കൂടിക്കലരുന്നില്ല. അതുപോലെ അതിഷ്ടാനുസരണം അടുത്ത ജോഡിയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ കൂടെ പോകാം. ഈ രീതിയിൽ സെഗ്രിഗേറ്റ് വിത്തൗട്ട് ഗെറ്റിംഗ് മിക്സഡ് ആൻഡ് ഇൻഡിപെൻഡന്റ്ലി അസോർട്ട് ടു ഈച്ച് ഓഫ് സ്പ്രിംഗ്. സോ തികച്ചു സ്വതന്ത്രമായി ഓരോ സന്താനങ്ങളിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. ഇതിന് പറയാറുള്ളത് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്നുള്ള ലോ ആണ്, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, സ്വതന്ത്ര അപവ്യൂഹന നിയമം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതുവരെ നമ്മൾ ഈ 2 ക്രോസ്, മോണോഹൈബ്രിഡ് ഡൈഹൈബ്രിഡ് ക്രോസുകൾ പരിഗണിച്ചപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്വഭാവത്തിന്റെ ജോഡി വിപരീതങ്ങൾ പരിഗണിക്കുമ്പോൾ F2 ജനറേഷനിൽ 2ാം തലമുറയിൽ 3:1 എന്ന റേഷ്യോ ആണ്. എന്നാൽ 2 സ്വഭാവം പരിഗണിക്കുമ്പോൾ, 2 ക്യാരക്ടർ പരിഗണിക്കുമ്പോൾ F2ൽ കിട്ടുന്നത് 9:3:3:1 എന്നുള്ള റേഷ്യോയിലാണ്. അതുപോലെ ഇപ്പോൾ കണ്ട ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ, ഗാമീറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ അലീൽസ് കൂടിക്കലരാതെ തികച്ചും സ്വതന്ത്രമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുന്നു, ഓരോന്നിലേക്കും പോകുന്നു എന്നുള്ളതും ഉണ്ട്. എന്നാൽ പലപ്പോഴും ഈ മെന്റലിന്റെ ലോ ഓഫ് ഇൻഹെറിറ്റൻസിൽ ചെറിയ ചില പരിമിതികൾ അനുഭവപ്പെടുന്നതായിട്ട് കാണാം. ഉദാഹരണത്തിന് ഈ കുട്ടി ചിന്തിക്കുന്നു, മിക്സഡ് കളർ വരുന്നുണ്ട് ചില പൂക്കളിൽ, അതായത് സ്വഭാവ ഗുണങ്ങളിൽ അച്ഛന്റെയും അമ്മയുടെയും സ്വഭാവം കലർന്നു കാണുന്ന ഒരു രീതി ഇവിടെ കാണുന്നുണ്ട്. ചിലപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടും കിട്ടും. അങ്ങനെ ഡൈവേഴ്സിറ്റി ഓഫ് ട്രൈറ്റ്സ്, സ്വഭാവ ഗുണങ്ങളിലെ വൈവിധ്യം, അത് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് എന്നാണ് അതിന് പറയുക. അത് ശരിക്കും ലേറ്റസ്റ്റ് സ്റ്റഡീസ് ആണ് അബൌട്ട് ദി കോംപ്ലക്സ് ഇന്ററാക്ഷൻ എമംഗ് ജീൻസ്, എൻവയോൺമെന്റ് ആൻഡ് അതർ ഫാക്ടേഴ്സ് റിവീൽഡ് സം ഓഫ് ദി ലിമിറ്റേഷൻസ് ഓഫ് മെന്റൽസ് ലോ. ഇതാണ് ശരിക്കും നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ്. അതായത് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ പറയുന്നു, ജീനുകൾ, പരിസ്ഥിതി, മറ്റ് ഘടകങ്ങൾ എന്നിവ തമ്മിലുള്ള സങ്കീർണമായ ഇടപെടലുകളെ കുറിച്ചുള്ള പിൽക്കാല പഠനങ്ങൾ മെന്റലിന്റെ നിയമങ്ങളുടെ ചില പരിമിതികൾ ഉളവാക്കി. ഇതിനെയാണ് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ഇവിടെ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഈ 4 എണ്ണം മാത്രമല്ല ഉള്ളത്, എന്നാലും അത് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, ഇവിടെ കോ ഡോമിനൻസ്, ഈ റോഡ് കോട്ട് കന്നുകാലികളിൽ കുതിരകളിലൊക്കെ കാണുന്നത്. മൾട്ടിപ്പിൾ അലീലിസം, ഇപ്പോൾ ഉദാഹരണത്തിന് ABO ബ്ലഡ് ഗ്രൂപ്പ്, അത് മൾട്ടിപ്പിൾ അലീലിസത്തിന് ഉദാഹരണമാണ്. സ്കിന്നിന്റെ
കളേഴ്സ്, നമ്മുടെ ത്വക്കിന്റെ നിറം. ഇതൊന്ന് ഓരോന്നും വിശദമായിട്ട് നോക്കാം. ചുവന്ന പൂവുള്ളതും വെളുത്ത പൂവുള്ളതുമായിട്ടുള്ള 4 മണി പൂക്കളുള്ള ചെടികളെ, ഫോറോ പ്ലാന്റിനെ ക്രോസ് ചെയ്തപ്പോൾ പക്ഷെ കിട്ടുന്നത് പിങ്ക് ഫ്ലവർ സന്താനങ്ങളാണ് ചിലത്. അപ്പൊ ഇത് ഒരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. അതായത് ഒരു ഗുണം മാത്രമല്ല പ്രകടമാവുന്നത്, 2 ഗുണവും മിക്സ് ചെയ്തിട്ടാണ് കാണുന്നത്. പ്രകടനത്തിന്റെ അലീലിനെ ഗുപ്തഗുണത്തിന്റെ അലീലിനെ പൂർണ്ണമായി മറക്കാൻ സാധിക്കുന്നില്ല. ഡോമിനന്റ് അലീൽ കനോട്ട് ഫുള്ളി ഹൈഡ് ദി അലീൽ ഓഫ് ദി റിസസീവ് ട്രേറ്റ്. ഇതാണ് ഒരു നോൺ മെന്റൽ ഇൻഹെറിറ്റൻസിന് ഉദാഹരണം, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. കോ ഡോമിനൻസ്, രണ്ടും കൂടി വരികയാണ്. അതായത് 2 അലീലുകളും ഒരേ സമയം പ്രകടമാവാണ്. ഉദാഹരണത്തിന് ഈ റോൺകോട്ട് ഇവിടെ പറയുന്നുണ്ട് പാറ്റേൺ, അത് ബോത്ത് അലീൽസ് എക്സിബിറ്റ് ദെയർ ട്രേറ്റ്സ് അറ്റ് ദ സെയിം ടൈം. അതുപോലെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിലെ എ ബി ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു കോഡോമിനൻസ് ആയിട്ട് പറയാം 2 എണ്ണവും. എന്നാൽ ഇവിടെ നോക്കുക നിങ്ങൾ, ABO രക്തഗ്രൂപ്പ്, ഇത് മനുഷ്യരിൽ ഉണ്ടാവാറുണ്ട്. അത് 2 അലീലുകളാണ്. AB ഗ്രൂപ്പില് IA IB ആണെങ്കിൽ ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട്, I0 I എന്ന് പറയുന്ന ഒരു അലീല് കൂടി. ഈ 3 അലീലുകളും പ്രകടമാവുന്നതാണ് മൾട്ടിപ്പിൾ അലീലിസം. മറ്റൊന്ന് പോളിജീനിക് ഇൻഹെറിറ്റൻസ്. ആ പേര് കേട്ടാൽ അറിയാം ഒരുപാട് ജീനുകൾ ഉണ്ട് അല്ലെ. ഇപ്പം മനുഷ്യന്റെ ഈ ത്വക്കിന്റെ നിറ വ്യത്യാസം, ഡിഫറൻസസ് ഇൻ സ്കിൻ കളർ, അതുപോലെ ഹൈറ്റ് ഒക്കെ പലപ്പോഴും പല ജീനുകൾ പ്രവർത്തിച്ച്, ഒന്നിലധികം ജീനുകൾ പ്രവർത്തിച്ച്, മോർ ദാൻ 1 ജീനാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ മെലാനിൻ എന്ന പിഗ്മെന്റ് ആണല്ലോ സ്കിൻ കളറിന് കാരണം. അത് പക്ഷേ ഒന്നിലധികം ജീനുകൾ പ്രവർത്തിച്ച് ആണ് ഈ മെലാനിന്റെ പ്രൊഡക്ഷൻ. അതിന്റെ ഏറ്റക്കുറച്ചിലാണ് ഇതിന് കാരണം. ഇവിടെ ത്വക്കിന്റെ നിറവ്യത്യാസം പക്ഷേ ഭൂമിശാസ്ത്രപരമായിട്ട് സൂര്യപ്രകാശ തീവ്രതയിലുള്ള വ്യത്യാസം അനുസരിച്ച് അത് ജനിതകമാറ്റങ്ങൾ ചെറുതായി സംഭവിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു നിറം കൊണ്ട് അവർ വേറെ വിഭാഗമാണെന്ന് അല്ലെങ്കിൽ ജനിതകപരമായിട്ട് മാറ്റമുള്ളവരാണെന്ന് നമ്മൾ പറയാൻ പാടില്ല. പകരം ജീനുകളുണ്ട്, പക്ഷെ ചെറിയ മാറ്റങ്ങൾ, വേരിയേഷൻ സംഭവിക്കുന്നുണ്ട്. സൂര്യപ്രകാശം, ഭക്ഷണം, വൈറ്റമിൻ ഡി എന്നിവ പോലുള്ള പരിസ്ഥിതി ഘടകങ്ങളൊക്കെ ഈ നിറത്തെ സ്വാധീനിക്കുന്നുണ്ട്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് സച്ച് ആസ് സൺലൈറ്റ്, ഡയറ്റ് ആൻഡ് വൈറ്റമിൻ ഡി ഓൾസോ ഇൻഫ്ലുവൻസ് സ്കിൻ കളർ. അതായത് പ്രകാശത്തിന് കീഴിൽ ഇവിടെ നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു അനുകൂലന മാത്രമായിട്ട് എടുത്താൽ മതി ഈ ഒരു സ്കിൻ കളർ. മറ്റൊരു ചോദ്യം, ഇത് അല്ലാതെ തികച്ചും വ്യത്യസ്തമായ ചില സ്വഭാവങ്ങൾ, വ്യതിയാനങ്ങൾ കാണപ്പെടാറില്ലേ? ഹൗ ഡു ഓഫ് സ്പ്രിംഗ് ഹാവ് ക്യാരക്ടേഴ്സ് ദാറ്റ് ദർ പാരന്റ്സ് ഡോണ്ട് ഹാവ്? അവരുടെ മാതാപിതാക്കളിൽ ഇല്ലാത്ത സ്വഭാവം എങ്ങനെയാണ് കുട്ടികൾക്ക് കിട്ടുന്നത് എന്നാണ് ഈ കുട്ടി സംശയം പ്രകടിപ്പിച്ചത്. അവിടെയാണ് നമ്മൾ പല കാരണങ്ങളുണ്ട്. അതിൽ ക്രോസിംഗ് ഓവർ മ്യൂട്ടേഷനുമാണ് ആ പ്രോസസ്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മിയോസിസ്. മൈറ്റോസിസിന്റെ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സെൽ ഡിവിഷൻ ആണ് റെസ്പോൺസിബിൾ ഫോർ ഫോർമേഷൻ ഓഫ് ഗാമേറ്റ്സ്. ബീജകോശങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഊനഭംഗം അഥവാ മിയോസിസ്. അതിന്റെ ഫസ്റ്റ് ഫേസിൽ, ആദ്യഘട്ടത്തിൽ സ്വരൂപ ക്രോമസോമുകൾ, നമ്മൾ സൊമാറ്റിക് ക്രോമസോം എന്ന് പറയുന്ന സ്വരൂപ ക്രോമസോംസ് പെയറപ്പ് ചെയ്യും, ജോഡി ചേരും. അങ്ങനെ ആ ഭാഗത്ത് വെച്ച്, ഇവിടെ ചിത്രം നോക്കുക, ജോഡി ചേർന്ന ഭാഗം കയാസ്മ എന്ന് കാണിച്ചിരിക്കുന്നു. അവിടെ വെച്ച് ഈ ക്രോമാറ്റിഡുകൾ ബ്രേക്ക് ചെയ്ത് ആ ക്രോമാറ്റിഡ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. ഇതാണ് ക്രോസിംഗ് ഓവർ. അതായത് ജനിതക കൈമാറ്റമാണ് നടക്കുന്നത്. അത്രയും ഭാഗത്തെ ക്രോമാറ്റിഡിലുള്ള ജീനുകൾ മറ്റൊന്നിലേക്ക് മാറുകയാണ്. അപ്പൊ അവിടെ അലീലുകളുടെ പുനഃസംയോജനമാണ് നടക്കുന്നത്. ത്രൂ ദിസ് ജനറ്റിക് എക്സ്ചേഞ്ച് എ റീകോമ്പിനേഷൻ ഓഫ് alleles occur resulting the appearance of new traits in offsprings. അങ്ങനെ സന്താനങ്ങളിൽ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ രൂപപ്പെടും. ഇതാണ് ക്രോസിംഗ് ഓവർ. മറ്റൊന്നാണ് മ്യൂട്ടേഷൻ. ഇത് അല്പം കൂടി ഗുരുതരമാണ്, കാരണം അത് എവല്യൂഷന് വരെ കാരണമാകാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച്, ഒരു ആകസ്മികമായുള്ള പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള ഒരു ചേഞ്ചാണ് ഇൻ ദി ജനറ്റിക് സ്ട്രക്ചർ, ജനിതഘടനയിൽ ഉണ്ടാവുന്ന മാറ്റം. അതാണ് മ്യൂട്ടേഷൻ. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അഡിനിൻ തൈമിൻ ആ ഒരു കോമ്പിനേഷൻ ഇങ്ങോട്ട് തിരിച്ചു മാറിയത് അവിടെ കാണാം. എന്തായാലും ഇതിന്റെ കാരണങ്ങൾ പലതാണ്. അതിൽ ചിലത് നോക്കാം. DNA റെപ്ലിക്കേഷനിൽ വരുന്ന ഇരട്ടിക്കലിൽ ഉണ്ടാകുന്ന തകരാറുകൾ, ചില കെമിക്കൽസ്, രാസവസ്തുക്കൾ, റേഡിയേഷൻ അഥവാ വികിരണങ്ങളൊക്കെ ഇതിന് കാരണമാണ്. എവല്യൂഷനിൽ ഇതിന് പ്രാധാന്യം ഉണ്ടെന്നുള്ളത്
ശ്രദ്ധിക്കുക. ഇനി നമ്മൾ കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോകാം. മോണോ ഹൈബ്രിഡ് ക്രോസ് 3:1 ആണെങ്കിൽ മോണോ ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ചോദ്യം നമ്പർ 1 ആണ്. ഇത് എളുപ്പമാണ് അല്ലേ? 9:3:3:1. മറ്റൊന്നൊരു ചിത്രം കൊടുത്തിരിക്കുന്നു. അതിലെ പ്രക്രിയകൾ തിരിച്ചറിയുക. പ്രോസസ് ഷോൺ ബൈ ദി ഫിഗർ. അത് ഐഡന്റിഫൈ ചെയ്യുക. എങ്ങനെയാണ് ഇത് പ്രധാനമായിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പ്രാധാന്യം എന്ന് കൂടി ചോദിക്കേണ്ട. ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? ഇത് ക്രോസിംഗ് ഓവർ ആണ്. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തേ ഉള്ളൂ. കോസസ് വേരിയേഷൻ ഇൻ ഓർഗാനിസം അല്ലെ, ജീവികളിൽ വേരിയേഷൻ അല്ലെങ്കിൽ വ്യതിയാനങ്ങൾക്ക് കാരണമാകും ഇത്. മൂന്നാമത്തെ ചോദ്യം ബോക്സിൽ കൊടുത്ത ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, അതുപോലെ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, ഒന്നുകൂടി ഉണ്ട് ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഈ ഒരു ജനിതക ഘടന ജീനോടൈപ്പ് നിന്നും ഉണ്ടാകാവുന്ന ബീജകോശങ്ങൾ ഏതൊക്കെയാണ്? ദ ഗാമീറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ഫ്രം ഈച്ച് വൺ. ഇത് എളുപ്പമാണ്. ആദ്യത്തേത് ഒരേ അലീൽ പെയർ ഉള്ളതായതുകൊണ്ട് ഒറ്റൊന്നേ ഉണ്ടാവുള്ളൂ, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ എന്നുള്ളത്. രണ്ടാമത്തതിൽ 2 എണ്ണം പോസിബിൾ ആണ്. ക്യാപിറ്റൽ ടിയോടൊപ്പം ഈ ജോഡിയിലെ ക്യാപിറ്റൽ ആറിൽ 1, അതുപോലെ സ്മോൾ ടിയോടൊപ്പം ക്യാപിറ്റൽ ആർ 1. എന്നാൽ ഇതിൽ 4 എണ്ണം പോസിബിൾ ആണ്. ക്യാപിറ്റൽ ടിയോടൊപ്പം ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടിയോടൊപ്പം സ്മോൾ ആറും വരാം, സ്മോൾ ടിയോടൊപ്പം ഇതുപോലെ ക്യാപിറ്റൽ ആർ വരാം, സ്മോൾ ടിയോടൊപ്പം സ്മോൾ ആറും വരാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ത്വക്കിന്റെ നിറം, സ്കിൻ കളർ, ABO ബ്ലഡ് ഗ്രൂപ്പ്, ABO രക്തഗ്രൂപ്പ്, പശുവിലുള്ള റോൺ കോട്ട് പാറ്റേൺ. ഇത് ഓരോന്നും ഏത് തരം നോൺ മെന്റൽ ഇൻഹെറിറ്റൻസ് ആണെന്ന്. അപ്പോൾ നോൺ മെന്റൽ ഇൻഹെറിറ്റൻസിൽ ത്വക്കിന്റെ നിറം എന്ന് പറയുന്നത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പോളിജീനിക് ഇൻഹെറിറ്റൻസ് ആണ് സ്കിൻ കളർ. ABO രക്തഗ്രൂപ്പ് മൾട്ടിപ്പിൾ അലീലിസം, പശുവിലെ റോൺ കോട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കോ ഡോമിനൻസ് ആണ്. അവസാനമായിട്ട് ഒരു ഡൈഹൈബ്രിഡ് ക്രോസ് പറഞ്ഞിരിക്കുന്നു ബിറ്റ്വീൻ എ ടാൾ പ്ലാന്റ് ഹാവിംഗ് പർപ്പിൾ ഫ്ലവേഴ്സ് ആൻഡ് എ ഡോർഫ് ഹാവിംഗ് വൈറ്റ് ഫ്ലവേഴ്സ്. ഇവിടെ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ എന്ന ജീനോടൈപ്പ് ഉള്ള പർപ്പിൾ പൂക്കളുള്ള ഒരു പയർച്ചെടിയും വെളുത്ത പൂക്കളുള്ള സ്മോൾ ടി, സ്മോൾ ആർ എന്നുള്ള അവയും തമ്മിലുള്ള ഒരു വർഗസങ്കലന ക്രോസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നൊരു ക്വസ്റ്റ്യൻ, 1ാം തലമുറയിൽ ലഭിക്കുന്നവയുടെ സ്വഭാവം എന്തായിരിക്കും? വാട്ട് വിൽ ബി ദ ക്യാരക്ടർ ഓഫ് ഫസ്റ്റ് ജനറേഷൻ? അത് എളുപ്പമുണ്ട്. ടോൾ ഹാവിംഗ് പർപ്പിൾ ഫ്ലവേഴ്സ് ആണ് അല്ലെ, പർപ്പിൾ പൂക്കളുള്ള ഉയർന്ന നീളമുള്ള ചെടി, ഉയരമുള്ള പയർച്ചെടി. ബി, 2ാം തലമുറ ലഭിക്കുന്നവയുടെ, സെക്കൻഡ് ജനറേഷനിൽ ലഭിക്കുന്നവയുടെ സ്വഭാവം ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, ചിത്രീകരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ 4 ടൈപ്പ് പ്ലാന്റ് ഇല്ലേ, അതായത് ടാൾ വിത്ത് പർപ്പിൾ, അതുപോലെ ടാൾ വിത്ത് വൈറ്റ് ഫ്ലവേഴ്സ്, അതുപോലെ ഡോർഫ് വിത്ത് പർപ്പിൾ, ഡോർഫ് വിത്ത് വൈറ്റ്. ഈ രീതിയിൽ 4 ടൈപ്പും ചിത്രീകരിക്കുക, കാണിക്കുക, കളം വരച്ച് കാണിച്ചാൽ മതി. ഓക്കെ.